നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള ഏറ്റവും പുതിയ ആറുവരി പാതയുടെ അപ്ഡേറ്റാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 10, 2026 എടുത്തത്. അതിനുശേഷം ഇപ്പം ജൂലൈ 27, 2026 ഏകദേശം ഒരു 11:30 മണി കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ്. അപ്പം നമ്മളിവിടുന്ന് മാധവ ജംഗ്ഷനിൽ നിന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇടത്തെ സൈഡിലായിട്ടാണ് ഗർഡറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വണ്ടിക്കകത്ത് കയറ്റി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി. അവിടെ 2 ക്രെയിനുണ്ട്, അത് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഇപ്പം ആ ഒരു പണി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. കൂടുതൽ ഗർഡറുകൾ വെക്കുന്ന പണിയാണ് ഇപ്പോൾ ഹരിപ്പാട് ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഗർഡർ കൊണ്ടുപോകുന്ന വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബ്ലോക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇതുവഴിയൊക്കെ ദൂരയാത്രയ്ക്ക് പോകുന്നവർ കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. ഇപ്പം രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ഗർഡറുകൾ വെക്കുന്ന പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. ആദ്യമേ നമുക്കിപ്പം ഇവിടുന്ന് മുമ്പോട്ട് വരുന്നിടത്ത് 3 തൂണുകളിലായിട്ട് 8 ഗർഡറുകളായിരുന്നു ആദ്യം വെച്ചിരുന്നത്. അതിൽ 2 തൂണുകൾ ഇടയ്ക്കായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ഗർഡറുകൾ വെക്കുന്ന പണി അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് തന്നെ പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലത്തേ സൈഡിലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഹരിപ്പാട് ഭാഗത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. കണ്ട ആ ഒരു ഗർഡർ ഇപ്പം നമുക്കിപ്പം 2 തൂണുകളുടെ ഇടയ്ക്കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്കിപ്പം കാണാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ ആലപ്പുഴ ഭാഗത്ത് നിന്ന് ഹരിപ്പാട് KSRTC സ്റ്റാൻഡിലോട്ട് വരുന്ന വാഹനങ്ങൾ നേരത്തെ വെറ്റ്ലാൻഡിൻ്റെ അടുത്തൂടെ അകത്തോട്ട് കയറിയാണ് പോകുന്നത്. ഇപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് നമുക്കിപ്പോൾ ആ ഒരു ആട്ടോ തിരിഞ്ഞു പോകുന്ന ആ ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പം KSRTC ബസ് അകത്തോട്ട് കയറിപ്പോയിട്ട് പിന്നെ നേരെ കായംകുളം പോകേണ്ട ബസ് വീണ്ടും വെറ്റ്ലാൻഡിൻ്റെ അടുത്തോടെ വന്നിട്ട് വീണ്ടും കറങ്ങിയാണ് പോകുന്നത്. ഒരു ചുറ്റിയിട്ടാണ് വീണ്ടും കായംകുളം ഡയറക്ഷനിലോട്ടുള്ള KSRTC ബസ്സൊക്കെ പോകുന്നത്. അപ്പം അവിടെ വന്ന് തിരിയുന്ന സമയത്ത് നമ്മൾ സർവീസ് റോഡിൽ കൂടിയാണ് ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, എല്ലാ വാഹനങ്ങളും പോകുന്നത്. അപ്പം KSRTC ഒക്കെ വന്ന് തിരിഞ്ഞ് കയറുന്ന ഭാഗം എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കുക. പല വാഹനങ്ങളും ഇപ്പം അണ്ടർപാസിൽ നിന്നും നേരെ ഇറങ്ങി സർവീസ് റോഡിലോട്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയില്ലാതെ വന്ന് കയറുന്നത്. പല വാഹനങ്ങളും മെയിൻ റോഡിലോട്ട് വന്ന് കയറുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയില്ലാതെ വന്ന് കയറുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഏത് റോഡിൽ നിന്നും അടുത്ത റോഡിലോട്ട്, ഏത് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറിയാലും മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലോട്ട് കയറിയാലും അണ്ടർപാസിൽ നിന്ന് ഇറങ്ങി സർവീസ് റോഡിലോട്ട് വന്നാലും നമ്മൾ ഏത് റോഡിലോട്ടാണ് കയറുന്നത് ആ ഒരു റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. അത് പോയതിനു ശേഷം മാത്രമേ നമ്മൾ കയറാവുള്ളൂ. അപ്പം അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ RK ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോളേജ് ജംഗ്ഷൻ ഒക്കെ വരുന്ന ഭാഗമൊക്കെ എത്തി നങ്ങിയാർകുളങ്ങര ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡിലായിട്ടാണ് വിടുന്നത്. നമ്മളിപ്പം ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളിന് മുമ്പ് കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ്. 2 സൈഡിലും ഇവിടെ ക്രാഷ് ബാരിയറിനകത്തൊക്കെ വെള്ളയും കറുപ്പും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വലത്തേ സൈഡിലായിട്ട് 2ാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇടത്തേ സൈഡിലായിട്ട് ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പം കോളേജ് ജംഗ്ഷനൊക്കെ കഴിഞ്ഞേച്ച് നങ്ങിയാർകുളങ്ങര ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നങ്ങിയാർകുളങ്ങര ഭാഗത്തോട്ട് അടുക്കുമ്പം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ഒരു ഫ്ലാറ്റ് പൊളിച്ച് കളയുന്ന ദൃശ്യങ്ങൾ. ആ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. നമ്മൾ ഇവിടുന്ന് ആ ഒരു നങ്ങിയാർകുളങ്ങര കവലയിലെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ടാറിങ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടി എനിക്ക് തോന്നിക്കുന്ന ആറിവാൾ ബ്ലോക്ക് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് കഴിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഫ്ലാറ്റ് ഇപ്പം നിലവിൽ ഈ ഒരു അവസ്ഥയിലായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നേരെ മുമ്പോട്ട് നമ്മൾ നങ്ങിയാർകുളങ്ങര കവല ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ ഇനി ഒരു ഫ്ലൈ ഓവറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വലത്തേ സൈഡിലായിട്ട് 3 തൂണുകളിലായിട്ട് തന്നെ ഇത്രത്തോളം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് നങ്ങിയാർകുളങ്ങര ഇടത്തേ സൈഡിലായിട്ട് തന്നെ ബാക്കിയുള്ള തൂണുകളുടെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ വെക്കാനുള്ള പണിയുണ്ട്. അതിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ അതൊക്കെയാണ് കഴിയാനുള്ളത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ പോകുന്നത് കാഞ്ഞൂർ ക്ഷേത്രം വരുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട്, അതായത് NTPC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പും കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡുകളുടെ ഭാഗം വരെയുള്ള സ്ഥലത്ത്, ഈ ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്ന ഭാഗത്തായിട്ട് തന്നെ ആറുവരി പാതയുടെ 2ാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും കണ്ടതുപോലെ തന്നെയാണ്. പിന്നെ കാഞ്ഞൂർ
ക്ഷേത്രം കഴിഞ്ഞ് വരുന്ന NTPC ജംഗ്ഷനായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള അപ്രോച്ച് റോഡുകളുടെ പണി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ചപ്പം വലത്തേ സൈഡിലായിട്ടുള്ള 3 വരിയായിരുന്നു ഇപ്പം ആദ്യത്തിലേറെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യാനുണ്ട്. ആ ഒരു പണി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലായിട്ടുള്ള 3 വരിക്കുള്ള ഭാഗത്തും ഇപ്പം ടാറിങ്ങിൻ്റെ ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുന്നത് നമുക്കിപ്പം കാണാൻ പറ്റും. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ചേപ്പാട് ഭാഗത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ NTPC ജംഗ്ഷൻ ഭാഗത്തെത്തുമ്പോഴും കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ പോകുന്നത് ചേപ്പാട് വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ NH66 ആറുവരിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതിൽ ഏക വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്നത് ചേപ്പാട് ഭാഗത്തായിട്ടാണ് നിർമ്മാണം നടക്കുന്നത്. ഇവിടെ കുറച്ചും കൂടെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പഴയ പോലൊക്കെ തന്നെയുള്ള കാഴ്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടത്തെ സൈഡിലെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുന്നത്. പിന്നെ പഴയ റോഡ് ഇപ്പോഴും നിലവിൽ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇപ്പം ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകുന്നതാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വളവൊക്കെ തിരിച്ച് വിട്ടിട്ടാണ് വിടുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എത്തുമ്പം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. അപ്പോൾ ചേപ്പാട് വയഡക്റ്റിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം നേരത്തെ ഇടത്തെ സൈഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയായിരുന്നു കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം വയഡക്റ്റിൻ്റെ വലത്തെ സൈഡിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ അടിയിൽ കൂടിയാണ് വാഹനങ്ങളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ ഇപ്പം ചേപ്പാട് ഭാഗത്തായിട്ട് വയഡക്റ്റിൻ്റെ നിർമ്മാണത്തിൽ പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം വയഡക്റ്റിൻ്റെ ആ തൂണുകളിൽ ചില ഭാഗത്തായിട്ട് തന്നെ നീല പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പം ബാക്കിയുള്ള ഗർഡറുകളുടെയൊക്കെ നിർമ്മാണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഴയ കാഴ്ചകൾ തന്നെയാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഗർഡറുകളുടെയൊക്കെ നിർമ്മാണം നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ നേരെ കരിയിലക്കുളങ്ങര ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ പിന്നെ രാമപുരം ഭാഗത്തായിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട്. ആ ഒരു ഭാഗത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആലപ്പുഴ ജില്ലയിലായിട്ട് തന്നെ നമ്മുടെ തോട്ടപ്പള്ളി പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തൂണുകളുടെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഗർഡർ ലോഞ്ചർ വെച്ചിരിക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഒരു 4-5 ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞേച്ച് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. പിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓച്ചിറ കഴിഞ്ഞിട്ട് പിന്നെ കരുനാഗപ്പള്ളി ഭാഗത്തോട്ട് പോകുമ്പം പല സ്ഥലങ്ങളിലായിട്ട് തന്നെ 2 സൈഡിലും ഫുട്പാത്തിന് വേണ്ടിയിട്ടുള്ള തറയോടൊക്കെ നിരത്തുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലത്തും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ആക്റ്റീവായിട്ടുള്ള പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇപ്പം പിന്നെ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഓച്ചിറ ടോൾ പ്ലാസ വരുന്ന ഭാഗത്തായിട്ടും നടക്കുന്നുണ്ട്. അതാണ് ആ ഒരു ഭാഗത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു വീഡിയോയും കൂടെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ രാമപുരം അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. കുറേ കൂടി നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഇത് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും സൂക്ഷ്മമായ പരിശോധനയിൽ കണ്ടത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് 2 അടുത്തായിട്ട് തന്നെ ഫ്രിക്ഷൻ സ്ലാബ് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പിന്നെ കുറച്ച് മണ്ണും കൂടി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ കാഴ്ചകൾ. ഇതാണ് രാമപുരം ഭാഗത്തെ അണ്ടർപാസിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയ രാമപുരം അണ്ടർപാസിൻ്റെ 2 സൈഡിലുമായിട്ട് തന്നെ നേരത്തെ പറഞ്ഞ ഫുട്പാത്തിന് വേണ്ടിയിട്ടുള്ള തറയോടൊക്കെ നിരത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞേച്ച് മുമ്പോട്ട് പോകുന്നിടത്തുമ്പോൾ ദാണ്ട് ഇവിടെ ഇടത്തേ സൈഡിലൊക്കെ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. അവർ ചെറിയൊരു കോൺക്രീറ്റിൻ്റെ തിട്ടയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ ഒരു ചെറിയൊരു തിട്ട ഉണ്ടാക്കലാണ് പരിപാടി. അതിനുശേഷം പിന്നെ പഴയ മണ്ണ് മാറ്റിയിട്ട് പിന്നെ പുതിയ വെള്ളമണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നികത്തി തറയോട് നികത്തുന്ന പരിപാടിയാണ് പല സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാമപുരം കഴിഞ്ഞ് ചിഞ്ഞി കരിയിലക്കുളങ്ങര ഭാഗത്തേക്കാണ് പോകുന്നത്. കരിയിലക്കുളങ്ങര ഈ വലത്തേ സൈഡിലുള്ള പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പായിട്ടൊരു ഗ്യാപ്പുണ്ട്. അതുവഴിയാണ് വാഹനങ്ങൾ തിരിഞ്ഞ് കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് പോകുന്നത്. പെട്രോൾ പമ്പിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് കുറേ നാളിന് മുമ്പേ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വലത്തേ സൈഡിലൊരു ബിൽഡിങ് കടന്നു പോയത് ഇവിടെ പുതിയൊരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ പോസ്റ്റർ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ കരിയിലക്കുളങ്ങര ഭാഗത്തായിട്ട് തന്നെ ഒരു തിയേറ്റർ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ വലത്തേ സൈഡിലായിട്ട് LMXൻ്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വലിയൊരു വികസനമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പല പല സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് തുറക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ വരെ ആറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണം ഇങ്ങനെ തന്നെ കഴിഞ്ഞ് കിടക്കുകയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നിക്കുന്നത് 2 സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് തന്നെ കറുപ്പും വെള്ളയും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കേണ്ട പണിയുണ്ട്. അത് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല.
അതിന് വേണ്ടിയിട്ട് പോസ്റ്റും സ്ഥാപിച്ചിട്ടില്ല. നേരെ നമ്മൾ മുമ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ റോഡ് അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ വരുന്നത്. അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്രോച്ച് റോഡുകളുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കൂടി മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞേച്ച് അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്നിടത്ത് നേരത്തെ ഫ്രിക്ഷൻ സ്ലാബ് ഒന്നും വെച്ചിട്ടില്ല. ഇപ്പം ഫ്രിക്ഷൻ സ്ലാബ് വെച്ച ഘട്ടത്തിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുത്തൻ റോഡ് ഭാഗത്തായിട്ട് എത്തുമ്പം ഇതാണ് ഏറ്റവും പുതിയ കാഴ്ചകൾ. കുറേ കൂടി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല, കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് മീഡിയൻ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ ഇനി MSM കോളേജ് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല, അങ്ങനെ തന്നെ പോവുകയാണ്. പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളില്ല എന്ന് പറഞ്ഞ് കുറേ തവണ പറഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. MSM കോളേജ് വരുന്ന ഭാഗത്തായിട്ടാണ് പോകുന്നത്. ഇവിടെ വരെയാണ്, ഇതാണ് കൊറ്റുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലം. കൊറ്റുകുളങ്ങര വരെയാണ് സിവിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കരാറ്. വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് പണിഞ്ഞിരിക്കുന്നത്. ഫയലുകളിൽ സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് ഉള്ളത്. അത് കഴിഞ്ഞേച്ചിപ്പം ഒഫീഷ്യലായിട്ട് വിശ്വസമുദ്രയുടെ റീച്ചിലോട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പിന്നെ കാവനാട് വരെയാണ് വിശ്വസമുദ്ര കമ്പനിയുടെ കരാറുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ് നേരെ മുമ്പോട്ട് കായംകുളം ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എത്തുമ്പം ഡൈവേർഷനിൽ പല രീതിയിലാണ് പോകുന്നത്. മെയിൻ റോഡിൽ നിന്നും പിന്നെ സർവീസ് റോഡിലോട്ട് പോകുന്നു, സർവീസ് റോഡിൽ നിന്ന് നേരെ മെയിൻ റോഡിലോട്ടൊക്കെ വരുന്ന അങ്ങനെയൊക്കെയുള്ള വഴികളാണ്. ശ്രദ്ധിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് കൊറ്റുകുളങ്ങര ഭാഗത്തായിട്ട് എത്തുമ്പം അത്യാവശ്യം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നേരെ ONK ജംഗ്ഷനിലുള്ള അണ്ടർപാസിൻ്റെ പണി നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ തരത്തിൽ മണ്ണിട്ട് ലെവൽ ചെയ്തിരിക്കുകയാണ്. കുറച്ച് അറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് നികത്തി പിറക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അത് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് പിന്നെ നമുക്ക് കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള അപ്രോച്ച് റോഡും പിന്നെ ONK ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടുള്ള റോഡും കൂടെ തമ്മിൽ നല്ല ഹൈറ്റിലായിട്ടായിരിക്കും. അപ്പം അറിവാൾ ബ്ലോക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട ഒരു പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. വലത്തേ സൈഡിലുണ്ടായിരുന്ന പഴയ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റാണ്. പണികൾ കുറച്ചും കൂടി ഇവിടെ രണ്ട് സൈഡിലുമായിട്ടുള്ള റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. കായംകുളം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അവിടെയും പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണപുരം ഭാഗത്തായിട്ടുള്ള പണികൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും, അതും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ ഇതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും, കാത്തിരിക്കുക.